ഭയങ്കര കുത്തനൊരു കയറ്റം കയറി ഇതിന്റെ മേളിൽ വന്നു കേട്ടോ. പക്ഷേ ഇറങ്ങി റോഡ് കാണിച്ചു തരാം കേട്ടോ. ഞാൻ തന്നെ പേടിച്ചാൻ കയറി കൊണ്ടുവന്ന വണ്ടി. നമസ്കാരം, അരുണാണ്. കൂടെ സുമി ഉണ്ട്. മലാവി ഡയറിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഓൾ കേരള ട്രിപ്പ് കാസർഗോഡും തിരുവനന്തപുരത്തേക്കുള്ള യാത്ര ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരം ജില്ലയിലാണ് വന്നു നിൽക്കുന്നത് അല്ലേ? അതെ. അപ്പോൾ നമ്മൾ കുറേ സഞ്ചരിച്ച് പല സ്ഥലങ്ങളിലും പല കാര്യങ്ങളും കണ്ട് നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് അച്ഛനമ്മമാരെയും ചേട്ടന്മാരെയും ചേച്ചിമാരെയും കുറേ പേരെ കണ്ടു കേട്ടോ. കുറേ പേരെ ഞങ്ങൾക്ക് മിസ്സായി പോയി കാണാൻ പറ്റാതെ. അപ്പോൾ അങ്ങനെയൊക്കെ യാത്ര ചെയ്ത് നമ്മളിപ്പോൾ തിരുവനന്തപുരത്ത് എത്തിയേക്കാണ്. ഇനിയും നമുക്ക് 2-4 ജില്ല കൂടെ ഉണ്ട്. അത് നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് അപ്പുറം സൈഡ് വഴി അതിലങ്ങനെ കയറി പോകുമ്പോൾ കാണാമെന്ന് വിചാരിച്ചിട്ടാണ്. കൊല്ലവും കോട്ടയം ഇടുക്കിയൊക്കെ നമ്മൾ ആ സൈഡിലൂടെ അങ്ങനെ പോയിട്ട് ഇത് ഞങ്ങൾ ഇവിടെ കടലിൻ്റെ തീരത്തൂടെ ഇങ്ങനെ ആലപ്പുഴയും എറണാകുളം ഒക്കെ കഴിഞ്ഞ് ഇവിടെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ നമുക്കിനി ഇവിടെ എന്തെല്ലാം കാഴ്ചകൾ കാണാൻ പറ്റും നോക്കണം. നമ്മുടെ നാടിൻ്റെ തന്നെ പ്രധാന കേന്ദ്രമായിട്ടുള്ള സെക്രട്ടേറിയറ്റ് കാണണം. അതിനുശേഷം അവിടുന്ന് പത്മനാഭസ്വാമി ക്ഷേത്രം, അതുപോലെ ഇവിടെ കാണാൻ പറ്റുന്നതെല്ലാം നമുക്ക് കണ്ടിട്ട് പോകണം. ഏകദേശം എല്ലാം ഈ ഒരു ഏരിയയിലാണെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പോൾ നമുക്ക് തുടങ്ങിയല്ലേ ഇന്നത്തെ ഒരു യാത്ര. നേരെ തിരുവനന്തപുരത്തിന്റെ നഗര കാഴ്ചകളിലൂടെ അങ്ങ് പോവാം അല്ലേ? അതെ, പോവാം. അപ്പോൾ നമ്മൾ രാവിലെ റൂമിൽ നിന്നൊക്കെ ഇറങ്ങി ഒരു ചായയൊക്കെ കുടിച്ചു കേട്ടോ. നല്ല മസാല ദോശയും നെയ്റോസ്റ്റൊക്കെ കഴിച്ചു. ഇപ്പം നമ്മൾ നമ്മുടെ വണ്ടി കുറച്ച് പൊടിയായിട്ടുണ്ട്, കുറച്ചധികം പൊടിയായിട്ടുണ്ട്. ഇങ്ങനെ ട്രാവൽ ചെയ്ത് വന്നപ്പോൾ വണ്ടീൻ്റെ പുറം ഭാഗം ഒന്ന് വാഷ് ചെയ്യാമെന്ന് വിചാരിച്ചില്ല ചേട്ടാ. പിന്നീട് കാർ വാഷിന് വേണ്ടി വന്നതാണ്. എന്നിട്ട് വേണം നമുക്ക് ഓരോ സ്ഥലങ്ങളിൽ പോകാൻ കേട്ടോ. അരനേട്ടം വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, അരനേട്ടം വാഷ് ചെയ്യാനല്ല, അരനേട്ടം ഇവിടെ സ്റ്റോപ്പ് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട് പുറത്ത്. ഞങ്ങൾ ഇന്നലെ വിചാരിക്കുന്നുണ്ട് നമ്മുടെ കാറൊന്ന് വാഷ് ചെയ്യണമെന്ന്. പക്ഷെ നമുക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ബ്ലാക്ക് കളർ വണ്ടി ആയതുകൊണ്ട് പെട്ടെന്ന് പൊടി അതിൽ അറിയും. വൈറ്റ് ആണെങ്കിൽ അത്ര അറിയും, എന്നാലും ബ്ലാക്കിൻ്റെ അത്ര അറിയില്ല. അപ്പോൾ ഫുള്ളൊരു പൊടിമയം പോലെയായിരുന്നു കേട്ടോ വണ്ടി കാണുമ്പോൾ. അങ്ങനെയാണ് നമ്മളിന്നത് കഴുകാൻ വേണ്ടി കയറ്റിയത്. ഉള്ളൊന്നും നന്നാക്കുന്നില്ല, കാരണം നമ്മുടെ സാധനങ്ങളും എല്ലാം ഈ വണ്ടീൻ്റെ ഉള്ളിൽ ഇരിക്കാനുള്ള. അപ്പോൾ അതെല്ലാം പുറത്തെടുക്കേണ്ടി വരും. അതുകൊണ്ട് ഉള്ളു ക്ലീൻ ചെയ്യുന്നില്ല, പുറം ഭാഗം നന്നായിട്ട് വാഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ വണ്ടി കഴുകി സുന്ദരനാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പോവാം, യാത്ര തുടങ്ങാം. അങ്ങനെ നമ്മുടെ വണ്ടിയൊക്കെ കഴുകി സുന്ദരനാക്കി നമ്മൾ വണ്ടി കയറി യാത്ര തുടങ്ങിയേക്കാണ്. പെട്ടെന്ന് തിരുവനന്തപുരം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം അല്ലേ? എന്നിട്ട് തിരുവനന്തപുരത്തോടെ വിട പറഞ്ഞ് അല്ലെങ്കിൽ യാത്ര പറഞ്ഞ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്, കൊല്ലം. അപ്പോൾ രാവിലെ നമ്മൾ പോകുന്നത് പത്മനാഭസ്വാമി ടെമ്പിളിലാണ്. കാരണം നമ്മൾ തിരുവനന്തപുരം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒട്ടുമിക്ക ആൾക്കാരുടെയും മനസ്സിൽ വരുന്ന ഒരു അമ്പലത്തിന്റെ പേരാണത്. അത്രയും പ്രശസ്തമായ ടെമ്പിളാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് പോണത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലേക്കാണ് പോകുന്നത്. നമ്മള് ഗൂഗിളിൽ നോക്കിയപ്പോൾ 10:30 വരെ, അല്ല 10 മണി വരെ, അത് കഴിഞ്ഞാൽ 10:30 ഓപ്പൺ ആക്കുള്ളൂ എന്ന് പറഞ്ഞത്. ഏകദേശം 10:37, 11:15 വരെ ഉള്ളൂ കേട്ടോ ദർശനം. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ഓപ്പണിങ്ങിലുള്ളൂ. ഇവിടുത്തെ ലോഡ്ജാണ് അല്ലേ, പഴയ നിർമ്മിതി കാണുമ്പോഴേ അറിയാം.
നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കും എന്നുള്ളതാണ്. ഉത്തരൻ തിരുനാൾ മാർത്താണ്ഡവർമ്മ ചിത്രാലയം. ജോസ് ആലുക്കസ് പാനിപൂരി. അപ്പോൾ ഈ പോണ വഴിയുടെ സൈഡിലൊക്കെ ഇങ്ങനെ കരിക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. കരിക്കും വെള്ളം കുടിക്കാൻ വേണ്ടി. നമ്മളപ്പോൾ ഇവിടെ നിന്ന് സൈഡാക്കിയിട്ട് കരിക്ക് വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് തിരിയാൻ, ക്ഷേത്രത്തിൻ്റെ അങ്ങോട്ടേക്ക് തിരിയാൻ നിൽക്കുമ്പോൾ ഇവിടെ ഒരു സംഭവത്തിൽ ഇങ്ങനെ ഇതിൻ്റെ വഴിയും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. എങ്ങോട്ട് പോയ റെയിൽവേ സ്റ്റേഷന്, എങ്ങോട്ടേക്ക് തിരിയണം, അമ്പലത്തിൻ്റെ അവിടേക്ക് ഏതൊക്കെ നടകൾ എങ്ങനെ എന്നുള്ളതൊക്കെ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ മുമ്പിലെത്തി. ഇനി ഇതൊന്ന് പ്രദക്ഷിണം വെച്ച് വരാം നമുക്ക്. ഇവിടുത്തെ മീനിൻ്റെ ഒക്കെ ഒരു വലുപ്പം നോക്കി. ഒരുപാട് മീനുണ്ട് ഈ കുളത്തില്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മീനുകൾ വലിയൊരു മീനാ സൈഡിലൊക്കെ. വലിയ മീൻ. ഇതൊക്കെ മീൻ മമ്മി ചോറ് വെക്കുക, ചോറിൻ്റെ കാറ്റ്. അങ്ങനെ നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അവിടെ എത്തിയിട്ടോ. അങ്ങനെ നമ്മൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഉള്ളിൽ കയറി തൊഴണം. പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് ഈ ഫോണ്, ബാഗ്, ഒരു സാധനവും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഇവിടെ ക്ലോക്ക് റൂമിൽ ഏൽപ്പിച്ചിട്ട് ഉള്ളിലേക്ക് കയറുകയാണ്. അപ്പോൾ ഇവിടെ പ്രാർത്ഥിച്ച് ഇറങ്ങിയതിന് ശേഷം നമ്മൾ തിരുവനന്തപുരത്തുള്ള അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഒന്ന് കാണണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി വഴി ഓരോന്നായിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഉള്ളിൽ നിന്ന് കയറിയിട്ട് വരാം. അമ്പലത്തിൽ ഇറങ്ങിയ സുമി കുറച്ച് ബാഗൊക്കെ മേടിക്കാൻ വേണ്ടി മിന്നൂനും ചെന്നൂനും ആയത്തിക്കൊക്കെ ചേച്ചിക്കും ഓട്ടോയിൽ കയറി ഞങ്ങൾ കാറ് നിർത്തിയെടുത്ത് അവിടെ പോവാം കേട്ടോ. കാർ എവിടെയോ ആണ് ഞങ്ങൾ നിർത്തിയിട്ടേക്കുന്നത്. ഞങ്ങളൊരു ഓട്ടോറിക്ഷ എടുത്ത് പോവാണ്. സ്കൂൾ കണ്ട അതിൻ്റെ മുമ്പിലാണ് നിർത്തിയത്. അത് ഭയങ്കര പ്രശസ്തമായ ഒരു സ്കൂളാണ്. ഒരുപാട് വഴക്കുള്ള സ്കൂളാണെന്ന് ചേട്ടന്മാർ ഓട്ടോറിക്ഷ നമ്മൾ പറഞ്ഞത് കേട്ടോ. അപ്പം നമ്മൾ ആശാൻ സ്ക്വയറിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. സർവകലാശാല തിരുവനന്തപുരം. അപ്പം നമ്മൾ ഈ കറങ്ങി പോണത് എങ്ങോട്ടാന്ന് ചോദിച്ചാൽ ഭക്ഷണം കഴിക്കാനാണ്. ഞങ്ങളെ വഴി മാറിപ്പോയി. അങ്ങനെ തിരിഞ്ഞ് ഇവിടെ ഇതിലേതാ ഫോൺ അയച്ചെടുത്തിട്ട് ഇതന്നെയാന്ന് തോന്നുന്നു പറഞ്ഞേട്ടാ. ചേച്ചി എന്തൊക്കെയോ പറയുന്നു, സുമി വേറെ എന്തൊക്കെയോ പറയുന്നു. ഞാൻ വേറെ ഇതിലേക്ക് വണ്ടി ഓടിക്കുന്നു. തിരുവനന്തപുരത്ത് നമ്മുടെ യാത്രകൾ എങ്ങനെയാണ്? കറങ്ങാൻ വയ്ക്കും. ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാല് ഇവിടെ ഒരു ലൈബ്രറി ഉണ്ട്. അവിടെ നമ്മുടെ സബ്സ്ക്രൈബർ ചേച്ചി ഉണ്ട്. 200 വർഷം പഴക്കമുള്ള ലൈബ്രറിയാണ്. അതെ, ചേച്ചി ഒരു ഗവൺമെന്റ് സർവീസ് ഉദ്യോഗസ്ഥയാണ്.
ചേച്ചീനെ ഫസ്റ്റ് മീറ്റ് ചെയ്തിട്ട് വെച്ച് ഭക്ഷണം കഴിച്ചിട്ടാണ് നമ്മൾ കാണാൻ പോണേ. ഈ സൈഡിലെല്ലാം പഴയ ബുക്കുകൾ വിൽക്കുന്നതാണ്, അതായത് സെക്കൻഡ് ഹാൻഡ് ബുക്കുകൾ വിൽക്കുന്ന സ്ഥലമാണ്. പഴയതും പുതിയതൊക്കെ ഉണ്ടാവും കേട്ടോ. ഈ കോളേജ്, എഞ്ചിനീയറിങ്, മെഡിക്കല് എല്ലാത്തിന്റെയും ബുക്കുകൾ ഉണ്ടാവും. ഉണ്ടോ ഒരുപാട്. ഇതാണ് ചേച്ചി ട്ടോ. അപ്പോൾ നമ്മൾ ഈ ലൈബ്രറി കാണാൻ വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഏകദേശം ഒരു 200 വർഷത്തോളം പഴക്കമുള്ള ലൈബ്രറിയാണ് കേട്ടോ. ഇതിൽ വേറെയും ബിൽഡിങ്ങുകളുണ്ട്, പക്ഷെ അതിനൊന്നും 200 വർഷത്തെ പഴക്കമല്ല. പക്ഷേ ഇതാണ് ഇവിടുത്തെ മെയിൻ 200 വർഷം പഴക്കമുള്ള ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഇതിൻ്റെ വാതിലുകളൊക്കെ വലിയ വാതിലുകളാണ്, അതിലുള്ള കൊത്തുപണികളും ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ ഒരു സ്റ്റെയർ കേഴ്സൊക്കെ കണ്ടില്ലേ, അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ, പഴയ കാലത്തത്തെയാണ്. അപ്പോൾ ഇവിടുത്തെ എല്ലാ ബിൽഡിങ്ങും കാണാൻ ഏകദേശം ഒരേപോലെയാണ്. അപ്പോൾ 200 വർഷം, ഈ 29 ആകുമ്പോഴത്തേക്കും 200 വർഷം ആകുന്ന 200 വർഷം പഴക്കമുള്ള ഒരു ലൈബ്രറിയുടെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പഴയ ഇതിലുള്ളതാണ്. ഇതിൻ്റെ ഇതുണ്ടോ പണികളൊക്കെ നോക്കി. ഇതേപോലത്തെ 2-3 ബിൽഡിംഗ് ഉള്ളൂ ഇവിടെ എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ലൈബ്രറിയൊക്കെ കണ്ടില്ലേ. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് സെക്രട്ടേറിയറ്റ് ആണ് കേട്ടോ. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. സെക്രട്ടേറിയറ്റിൻ്റെ ഒരുപാട് വലിയ വീഡിയോസൊന്നും നമ്മൾ എടുത്തിട്ടില്ല. ജസ്റ്റ് നമുക്ക് റോട്ടിൽ നിന്ന് നോക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ചെറിയൊരു വീഡിയോ എടുത്തിട്ട്. അപ്പോൾ റിസർവ് ബാങ്ക് ആണ് കേട്ടോ നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്, അതിൻ്റെ ഒരു ബ്രാഞ്ചാണ്. ഈ റോഡ് എന്ന് പറഞ്ഞാൽ എത്ര സമരം ഉണ്ടെങ്കിലും ഈ റോഡ് മിക്കവാറും അടച്ചിട്ടില്ല. സെക്രട്ടേറിയറ്റിലേക്ക് പോകുന്ന കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ പറയുന്നത് പൊതുദർശനത്തിന് അവിടെ അതിനകത്താണ് പൊതുദർശനത്തിന്. അവിടെ വലിയ ശർവാന്തലും ഒക്കെയുണ്ട്. അതാണ് ശരിക്കും രാജാവ് പണിയിച്ച പണ്ടത്തെ ഹജൂർ കച്ചേരി എന്ന് പറയും. കയറിയിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഞങ്ങളുണ്ടല്ലോ ഇവിടെ നമ്മുടെ തിരുവനന്തപുരത്ത് നമുക്കൊരു അമ്മയും അച്ഛനുണ്ട് കേട്ടോ. കാരണം ഞങ്ങളെ പറയാൻ കുറേ കാലമായിട്ട് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അമ്മ എന്തായാലും ഇവിടെ വരുമ്പോൾ ഞങ്ങളെ കാണാതെ പോരുത് പറഞ്ഞു. ഞങ്ങൾ പലരെയും സ്കിപ്പ് ചെയ്തിട്ടും ഇവിടെ വരാതെ ഞങ്ങൾ എന്തായാലും പോകില്ലാന്ന് തീരുമാനിച്ച് ഞാനും സുമിയും കൂടെ വന്നതാണ്. ഇവിടെ വന്നപ്പോൾ ശരിക്കും ഞങ്ങളെ ഫോൺ വിളിക്കുന്ന അതേമാതിരി തന്നെ ശരിക്കും ഒരു അച്ഛനും അമ്മയും. ഭയങ്കര സന്തോഷമായിട്ട്. മലാവി ഡയറിയിലുള്ള ഈ അരുണും സുമിയും നമുക്ക് അന്യരല്ല. ഞങ്ങൾ കഴിഞ്ഞ 2-2.5 കൊല്ലമായിട്ട് ഇവരെ മക്കളെ പോലെ കണക്കാക്കുന്നവരാണ്. അവര് അങ്ങനെ വന്നപ്പോഴും നമുക്ക് ആ ഒരു ഫീലിംഗേ ഉള്ളൂ. അത് വന്നപ്പോൾ ശരിക്കും പറഞ്ഞില്ല, ഞങ്ങള് ഒരു അപരിചിതരാണെന്നുള്ള ഒരു ഇതില്ല, ഭയങ്കര അറ്റാച്ച് ആയിട്ട് നമ്മൾ സംസാരിക്കുക. ആ ഒരു സംസാരത്തിൽ നമുക്ക് ഫീൽ ചെയ്യും നമ്മുടെ സ്വന്തം നമ്മുടെ മക്കളെ പോലെ. ഡയറിയുടെ ആ ഒരു എഫക്റ്റ് ആണ് ഞങ്ങൾക്ക് ഇത്രയും അവരെ ഇംപ്രഷൻ ഉണ്ടായത്. ഒരുപാട് സന്തോഷമുണ്ട് വരാൻ പറ്റിയതിന്, കാണാൻ പറ്റിയതിന്. ബ്ലോഗേഴ്സും സബ്സ്ക്രൈബ് ചെയ്യുക. അവർക്ക് നല്ല ഒരു ഭാവി ഉണ്ടാകട്ടെ. അവർ കാരണം ഇത് അവരുടെ ലൈഫിലെ അവരുടെ ജീവിത മാർഗമായിട്ട് എടുക്കുന്നതല്ല. അവര് വളരെ ചാരിറ്റബിൾ ആക്ടിവിറ്റീസ് ആണ് അവരെല്ലാം ചെയ്യുന്നത്. അതൊരു എല്ലാവർക്കും മാതൃകയാകേണ്ട ഒരു ബ്ലോഗറാണ്, അല്ലാതെ വെറും ലാഭത്തിന് വേണ്ടി ഒന്നും ഉണ്ടാക്കുന്നതല്ല. കാരണം അതാണ് ഞങ്ങൾക്ക് അവരെ ഇത്രയും ഇഷ്ടപ്പെടാനും കാര്യം. ഒരുപാട് സന്തോഷം. അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി കൊല്ലത്തേക്കാണ്. കൊല്ലത്തെ ജഡായിപ്പാറ കാണാൻ വേണ്ടിട്ട് പോണത്. പക്ഷെ എത്തുമെന്ന് അറിയില്ല, എന്നാലും മാക്സിമം ഞങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞങ്ങള് ഇവിടെ ഒരു അച്ഛനും അമ്മേനെയും കാണാൻ പോയതാട്ടോ. ഞങ്ങള് കുറെ നാളായിട്ട് കോണ്ടാക്ട് ആണ്. അവിടെ ചെന്നപ്പോഴാണ് അവരുടെ ഒരു സന്തോഷവും ഞങ്ങളോടുള്ള സ്നേഹവും ഒന്നും പറയാൻ വാക്കുകളില്ലല്ലോ പറഞ്ഞേട്ടാ. അമ്മയുടെ കുറച്ച് സ്റ്റോറി ഒക്കെ പറഞ്ഞപ്പോ ഞങ്ങൾക്ക് കരഞ്ഞു പോയി. നമ്മൾ അത്രയും സങ്കടം. കാരണം അമ്മ ഒരു വീണിട്ട് കാലെന്തോ
പൊട്ടിയതായിട്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു. അതിൽ നിന്നൊക്കെ റിക്കവറായി വന്നത് ആ സമയത്താണ് നമ്മുടെ വീഡിയോ കാണാൻ തുടങ്ങിയത്. ആ വീഡിയോയിൽ കിട്ടിയ സന്തോഷം, ഹാപ്പിനെസ് ആണ് അതിനകത്ത് റിക്കവർ ചെയ്ത് വരാൻ ഒരു ഇതായതെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളെ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കൊണ്ട് കുറച്ച് വലിയ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പറയണമ്പോ അത് ഞങ്ങള് കാരണം മറ്റുള്ളവർക്ക് സന്തോഷം ഉണ്ടാവുന്നുണ്ടെന്ന് പറഞ്ഞേക്കുമ്പോ ഒരുപാട് സന്തോഷം കേട്ടോ. അതാണ് ലൈഫില് നമ്മള് നമുക്ക് കിട്ടേണ്ട ഒരു ഇത് അല്ലേ. അതിന്റെ അപ്പുറത്തേക്കൊന്നും ഇല്ല കിട്ടാനും. അപ്പൊ എന്തായാലും ഞങ്ങള് നേരെ കൊല്ലത്തേക്ക് പിടിക്കാൻ കേട്ടോ. പോണ വഴിയൊക്കെ കാണാം. ഇപ്പൊ നമ്മള് പേരൂർ കടയിലാണ്. പേരൂർ കടയിൽ നിന്ന് നമ്മള് പോവാണ് കേട്ടോ. ഇനി നമ്മൾ നേരെ ചടയമംഗലം എത്തണ്ട, ജഡായു റോക്കിന്റെ അവിടെ. ഗൂഗിൾ ചേച്ചി നമുക്ക് എല്ലാം പറഞ്ഞ് എന്റെ ഇടയ്ക്ക് ഞാനായിട്ട് തെറ്റിക്കണുണ്ട് കേട്ടോ വഴി. ഗൂഗിൾ ചേച്ചി ഇങ്ങോട്ട് പോകുക പറയുമ്പോ ഞാൻ കുറച്ചുകൂടി മുന്നിൽ ചെന്നിട്ടായിരിക്കും പോകാൻ പറയാ. അതെ, ഹരിനേട്ടൻ വേറെ അങ്ങോട്ട് തിരിയും ചെയ്യും. അപ്പൊ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കാണ് കൊല്ലത്തേക്ക്. അപ്പൊ നമ്മള് പോകുന്നത് ഇപ്പൊ ജഡായിപ്പാറേന്റെ അടുത്ത് എത്താനായി. ഇപ്പൊ 5:15 5:30 അത് ക്ലോസ് ചെയ്യും. അറിയില്ല നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. എന്തായാലും നോക്കാല്ലേ. കുറച്ച് ദൂരം കൊണ്ടുള്ള ശരിക്കും പറഞ്ഞാൽ ജഡായിപ്പാറയിലേക്ക്. പക്ഷെ 5:30 ക്ലോസ് ചെയ്യുന്ന പറയുന്നുണ്ട്. 5:30 ടിക്കറ്റ് ക്ലോസ് ചെയ്യുന്നതാണോ പറയുന്നത് എന്താണെന്ന് അറിയില്ല. എനിവേ നമുക്ക് പോയി നോക്കാം. പറ്റുകയാണെങ്കിൽ അത് കാണാം, ഇല്ലെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. എല്ലാവരും ഞങ്ങളോട് പറഞ്ഞു, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വഴിക്കുന്നത് കാണുന്നുണ്ട്. അവരൊക്കെ പറയുന്നുണ്ട് ഇന്നിവിടെ സ്റ്റേ ചെയ്യുക, അടുത്ത നാളെ കാണാം. അങ്ങനെ സ്റ്റേ ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ ഉദ്ദേശിച്ച ദിവസങ്ങളിൽ തീർക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും പോയി നോക്കാം. നമുക്കിങ്ങനെ വഴി കൂടെ പോകുമ്പോ ജഡായിപ്പാറേന്റെ ദൂരത്തു നിന്നുള്ളൊരു വ്യൂ കാണാൻ പറ്റൂട്ടോ. ഇതാണത് ഉണ്ടോ. നമ്മളെ റോട്ടിൽ നിന്നൊക്കെ നോക്കുമ്പോഴുള്ള വ്യൂ ഇങ്ങനെയാണ് കേട്ടോ. നമ്മള് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ജഡായിപ്പാറ കാണാൻ പറ്റിയില്ല കേട്ടോ. കാണാൻ പറ്റിയില്ല എന്നല്ല, നമ്മള് ഗൂഗിൾ മാപ്പിൽ അടിച്ച് വന്നപ്പോ ജഡായു റോക്സ് അടിച്ച വന്ന ഇവിടെ വന്ന് ഈ ഒരു വഴി കൂടെ കയറി ഭയങ്കര കുത്തനൊരു കയറ്റം കയറി ഇതിന്റെ മേളിൽ വന്നു കേട്ടോ. പക്ഷെ ജഡായിപ്പാറ തൊട്ടടുത്ത് ഞങ്ങൾ വന്നു. പക്ഷേങ്കില് മാപ്പിൽ താഴേക്ക് ഇറങ്ങി റോഡ് കാണിച്ചു തരാം കേട്ടോ. ഞാൻ തന്നെ പേടിച്ചാൻ കയറി കൊണ്ടുവന്ന വണ്ടി. ഇവിടെ വന്നപ്പോ സംഭവം പണിപാളി. ഈ റോഡ് കണ്ടപ്പോ എനിക്ക് തോന്നി പക്ഷെ എന്തെങ്കിലും ലാൻഡ്മാർക്ക് വേറെ കൊടുക്കണ്ടേ. ആൾക്കാർ വരുമ്പോ അത് വഴി തെറ്റി ഇത്രയും ഇതിന്റെ മണ്ടയിൽ കയറി വരും. ജഡായു റോക്സ് ആൾക്കാർ കയറി ഇതിന്റെ മേളിൽ വന്നിട്ട് ഇത് ശരിക്കും ഇതിന്റെ ആൾക്കാര് ഇതിലേക്ക് പോകാനുള്ള വഴി കറക്റ്റ് ആയിട്ട് ഗൂഗിൾ മാപ്പിൽ കൊടുക്കണം. അല്ല റോഡിലേക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞിട്ട്, അതായത് സഞ്ചാരികൾക്ക് പ്രവേശനമില്ല എന്ന് എഴുതി കാണിച്ചാല് ഇവിടുത്തെ നാട്ടുകാർ മാത്രമേ ഈ വഴി കൂടെ കയറി വരുള്ളൂ. ഇതിപ്പോ മുകളിലേക്ക് കയറി വന്നാല് ഇവിടുത്തെ സ്റ്റാഫിന് ഇറങ്ങി വരാനുള്ള ഒരു വഴി മാത്രമേ ഉള്ളൂ. അവിടെ ഗേറ്റ്, ആ ഗേറ്റിൽ ചോദിച്ചപ്പോ പറഞ്ഞത് സ്റ്റാഫിന് കയറി വരാനുള്ളതാണെന്ന്. അങ്ങനെയാണെങ്കിൽ അവിടെ എഴുതി വെക്കണ്ടേ. വളരെ മോശം പരിപാടിയാണ്. ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് എല്ലാരും ഇത് കാണാൻ വരുമ്പോഴേ ഇത്രയും ദൂരം വണ്ടി ഓടിച്ച് മല അത്ര റിസ്ക് എടുത്താൽ കയറി പോരുന്നു കേട്ടോ. ഇത്രയും കയറ്റം കയറണേ. നമുക്കിപ്പോ മലമുകളിലൊക്കെ വണ്ടി ഓടിച്ച് പരിചയ ആൾക്കാരെ കൊണ്ട് നമ്മളിതില് കയറിപ്പോരും. കാണിച്ചു തരാട്ടെ വഴി. ഓ ഇതിങ്ങനെ കുത്തനെ ഒരു മല ഇങ്ങനെ ഈ ജഡായിപ്പാറേന്റെ പാറയമേല് മോളിക്ക് ഇങ്ങനെ കുത്തനെ വഴി ഉണ്ടാക്കി വെച്ചേക്കാണ്. ഒരു തിരിക്കാനും വടക്കാനും ഒന്നും ഒരു സ്ഥലം അല്ലാതെ. നമ്മൾ ഈ മാപ്പിലൊക്കെ നോക്കി സാധാരണ നമ്മൾ വരുന്നവരെല്ലാവരും ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടേ ഇത് കയറുള്ളൂ. കണ്ടോ ഇടുങ്ങിയ വഴി, അപ്പുറത്തും പാറയും. കറക്റ്റ്. പക്ഷെ അവര് പറഞ്ഞവിടെ എന്താ റോപ്പ് വേ എന്തോ ഇല്ലാത്ത 5 മണിക്ക് സ്റ്റോപ്പ് ചെയ്തില്ലേ. എന്തോ റോപ്പ് വേയോ കേബിൾ കാർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു 5 മണിയായപ്പോ സ്റ്റോപ്പ് ചെയ്തു. ഗൂഗിളില് നമ്മുടെ ഇതില് കാണിക്കുന്നത് 5:30. എന്തേ റിസ്കാല ദൈവേ.
റോഡ് ഇറങ്ങുമ്പോൾ ചെറിയ പേടിയുണ്ട് കേട്ടോ, ഭയങ്കര കുത്തനെ. നല്ല കുത്തനെയാണ്. കാരണം ബ്രേക്ക് പോവേ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് സേഫ് അല്ല. കാരണം ഇത് പരിചയമില്ലാത്ത ആൾക്കാർ ഈ റോഡിൽ കൂടെ വണ്ടി ഓടിച്ചു വന്നാൽ അപകടങ്ങൾ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഇവിടെ ഈ റോഡിലേക്ക് സഞ്ചാരികൾക്ക് പ്രവേശനം ഇല്ലെന്ന് എഴുതി തന്നെ വെക്കണം. ഇതിപ്പോ ആരെയും കാണാൻ അറിയണ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ഇതിന്റെ അധികൃതരോടൊക്കെ ഒന്ന് പറയാണ്ട് കേട്ടോ. നമുക്കിപ്പോ എവിടെ എത്തിക്കാൻ പറ്റില്ല. പക്ഷെ യാത്രക്കാർക്ക് പ്രവേശനം, വിനോദസഞ്ചാരികൾക്ക് ഈ വഴിയിലൂടെ പ്രവേശനം ഇല്ലാന്ന് മുന്നിൽ എഴുതിച്ചാണ്ട് ഒരു കുഴപ്പമില്ല. ആരും ഈ വഴി ചൂസ് ചെയ്യില്ല. കാരണം അറിയാതെ വരുന്ന ആൾക്കാര്, നമ്മളൊന്നും അറിഞ്ഞിട്ട് വരുന്നതല്ലല്ലോ. അത് നമ്മളിപ്പോ അറിയാതെ വന്ന് കയറി, ഇപ്പൊ അറിയാത്ത ഒരാൾ വണ്ടിയും കൊണ്ട് വന്ന് കയറ്റം കയറാൻ പറ്റാതെ നിന്ന് പോയി റിവേഴ്സ് പോയി വണ്ടി മാറിയണൊക്കെ എത്രയോ കാര്യങ്ങളുണ്ട്. കയറ്റം കയറിയിട്ട് എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാർക്ക് ഇങ്ങനെ വലിയ കയറ്റം കയറ്റി ഇറക്കാനൊന്നും കഴിയില്ല. അവിടെ തിരിക്കാൻ പറ്റില്ല, വണ്ടി നിന്ന്. ഗൂഗിൾ മാപ്പിൽ എന്ന് വെച്ചാല് ഇത് കാണുമ്പോ അങ്ങോട്ടേക്ക് ഉള്ളതാണെന്ന് വിചാരിക്കും നമ്മള് താഴത്തുനിന്ന് കയറി വരുമ്പോ. പിന്നെ അവിടെ കയറി കഴിയുമ്പോഴാണ് തിരിക്കും ബേക്കോട്ട് ഇറക്കാനും പറ്റില്ല, മുന്നോട്ട് പോയെങ്കിലേ പറ്റുള്ളൂ എന്നുള്ള രീതിയിലായി പോകും. നാളെ അപകടം ഉണ്ടായി കഴിയുമ്പോഴാണ് അവിടെ എന്തെങ്കിലും ചെയ്യാന്ന് പറയുള്ളൂ. അതെ, അപകടം ഉണ്ടാകുന്നതിന് മുന്നേ ചിലപ്പോ ആൾക്കാർ നിങ്ങൾ മണ്ടന്മാരാണോ ചോദിക്കും. പക്ഷെ നമ്മള് ഗൂഗിൾ മാപ്പില് ജഡായു റോക്സ് അടിച്ചിട്ട് വരുമ്പോഴാണ് നമ്മള് ആ സ്ഥലം കാണാൻ വേണ്ടി അതിന്റെ മേളിലേക്ക് പോണ വഴിയാണെന്ന് കരുതുന്നു. കാരണം ആ സാധനം ഒരു പാറേന്റെ മുകളിലാണല്ലോ ഇരിക്കുന്നത്. അങ്ങോട്ട് വണ്ടി കയറി പോണ വഴിയും കാണുന്നുണ്ട്. നമ്മള് ഇങ്ങനെ ആയിരിക്കും എല്ലാരും കയറുന്നതാണ്. അപ്പൊ ദയവ് ചെയ്ത് ആരെങ്കിലും കാണുന്നവരോ അറിയണവരുണ്ടെങ്കിൽ ഇതിന്റെ മുന്നിൽ ഒരു ബോർഡെങ്കിലും സ്ഥാപിച്ചാൽ നല്ലതായിരുന്നു കേട്ടോ. അപകടങ്ങൾ ഒഴിവാക്കാം. അതെ, ഇവിടെ കാണുന്ന ഈ നാട്ടിലാരെങ്കിലും നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെങ്കിലും ഒന്ന് വെച്ചാ മതി. അപ്പൊ അങ്ങനെ ഇനി ഞങ്ങള് നമ്മുടെ ജഡായു പാറ കാണല് മുടങ്ങിപ്പോയി, കാരണം അടച്ചുപോയി. അപ്പൊ അത് സങ്കടകരമായിരുന്നു. അത്രയും ഓടിപ്പോയിട്ട് അവിടെ ചെന്നിട്ട് കാണാൻ പറ്റില്ല എന്നുള്ളത്. എന്തായാലും പോട്ടെ, ഞങ്ങൾ ഇനി നേരെ ചൂഴിയക്കോടിനാണ് പോണത്. ചൂഴിയക്കോട് എന്ന സ്ഥലത്ത് നമുക്ക് അവിടെ ആൾക്കാർ കാണാനുണ്ട്. അവിടെ നിന്ന് കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ പുനലൂര് പോകാനാണ് പോണത്. പുനലൂർ ബ്രിഡ്ജും അതിന്റെ മനോഹര കാഴ്ചകളിലേക്കാണ് പോണത്. രാവിലെ തന്നെ പുനലൂരിലെ ആ ഒരു കാഴ്ചകൾ കണ്ടിട്ട് നേരെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നത്. ഞങ്ങൾ കുറേ ജില്ലകളിലൂടെ പോയി ഇപ്പൊ തിരിച്ചു പോണ വഴിക്കാണ് നമ്മള് ചുഴിയക്കോട് വഴി ചോഴിയക്കോട് പറയണത് കൊല്ലം ജില്ലയില്. ഞങ്ങളെയൊക്കെ നാടിന്റെ ഏകദേശം ഒരു ഇതുപോലെ തോന്നുന്നുണ്ട്. വലിയ മരങ്ങളും കാടും മിക്സഡ് ആയിട്ടുള്ള ഒരു ചുവന്ന മണ്ണ് കണ്ടു തുടങ്ങിയ ഒരു പ്രത്യേക സ്ഥലം. നമ്മുടെ ഏകദേശം റോഡൊക്കെ കാണുമ്പോൾ ഏകദേശം ഞങ്ങളുടെ നാടിന്റെ ഒക്കെ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. റബ്ബറും കുറെ വളവുകളും ചെറിയ കയറ്റവും ഇറക്കവും. അപ്പൊ നമ്മള് ചോഴിയക്കോടാണുള്ളത് അല്ലേ. ഹരിയേട്ടൻ്റെ വീട്ടിൽ ഒന്നാണ്. ഹരിയേട്ടൻ്റെ അമ്മയുണ്ട്. ഞങ്ങൾ ഇവിടെ വേറെ വീടുണ്ട്, ജയരാജേട്ടൻ എന്ന് പറയും. ജയരാജേട്ടൻ്റെ അമ്മേനെ കാണാൻ വേണ്ടി പോകട്ടോ. ഹരിയേട്ടനെ ജയരാജേട്ടനെ ഞങ്ങളെല്ലാവരും മലാവിലുണ്ടായിരുന്നതാണ്. ഹരിയേട്ടൻ ഇപ്പോഴും മലാവിലുണ്ട് കേട്ടോ. ഹരിയേട്ടനായിരുന്നു എൻ്റെ ബോസ്, 2 വർഷം എൻ്റെ ബോസായിരുന്നു. ജയരാജേട്ടൻ ഞങ്ങളൊക്കെ ഒന്നിച്ച് വർക്ക് ചെയ്തു. ജയരാജേട്ടൻ ഇപ്പം നാട്ടിൽ തന്നെയാണ്. ഇതാണ് ചോഴിയക്കോട്. എപ്പോഴും ഞങ്ങൾ സംസാരിക്കുമ്പോൾ ചോഴിയക്കോടിൻ്റെ കഥ പറയുന്നതായിരുന്നു. അപ്പോൾ അതെ, ഹരിയേട്ടൻ ചോഴിയക്കോടിലൂടെ എന്താ പറയുക തകർന്ന് നടന്നെയാണ്. ചോഴിയക്കോടിൻ്റെ രാജാവായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇതാണ് നമ്മളെ ജയരാജേട്ടൻ്റെ വീട് കേട്ടോ. ജയരാജേട്ടൻ്റെ അമ്മയുണ്ട്. ചോഴിയക്കോട് രാത്രിയായിട്ടോ. ഞങ്ങൾ നേരെ പുനലൂർക്കാണ് പോണേ. പുനലൂർ സ്റ്റേ ചെയ്യണം. ഞാൻ മേളിൽ കാണുന്ന കേട്ടോ ഹരിയേട്ടൻ്റെ വീട്. വന്നപ്പോൾ വീടിൻ്റെ വീട് എടുക്കാൻ പറ്റിയില്ല, ഹരിയേട്ടൻ ഫോം വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ വണ്ടി അങ്ങനെ ഞങ്ങൾ
കാര്യേട്ടൻ്റെ അമ്മേനോടൊക്കെ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് തിരിച്ച് നേരെ പുനലൂർക്ക് വിടുകയാണ്. അപ്പോൾ ഇന്ന് പുനലൂർ പോയി സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ പുനലൂർ ബ്രിഡ്ജൊക്കെ കണ്ടിട്ട് നമ്മൾ യാത്ര തുടരും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം കേട്ടോ.